ഹായ് നമസ്കാരം, എൻ്റെ പേര് വിനായക് എന്നാണ്. ഈ ഒരു വീഡിയോ എന്നെ പോലത്തെ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എസ്പെഷ്യലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എസ്പെഷ്യലി സെയിൽസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഇൻസെന്റീവ് സ്ട്രക്ചർ ആണ്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻസെന്റീവ് സ്ട്രക്ചേഴ്സ്, ഏകദേശം ഒരു 10ഓളം ഇൻസെന്റീവ് സ്ട്രക്ചേഴ്സ് പല ഇൻഡസ്ട്രികളിൽ പല കമ്പനീസുമായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിലെ ഏറ്റവും എഫക്റ്റീവ്, എസ്പെഷ്യലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ മോട്ടിവേഷൻ തന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസെന്റീവ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് സ്ലാബ് സിസ്റ്റം. എന്താണ് ഈ സ്ലാബ് സിസ്റ്റം? എന്തുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫ്സുകൾ എടുത്തു നോക്കാം. അതായത് ഉദാഹരണത്തിന് ഒരാളുടെ ടാർഗറ്റ് നമ്മൾ 10 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കാം. ഇവിടെ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റുകളാണ് അയാൾ സെല്ല് ചെയ്യണമെങ്കിൽ 10 ലക്ഷം എത്തിക്കഴിഞ്ഞാൽ, അതായത് 10 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ അയാൾ സ്റ്റക്കായിട്ട് നിൽക്കും. ഒന്നുകിൽ അയാൾ എന്ത് ചെയ്യും, അയാളെ ഇൻസെന്റീവ് സ്ട്രക്ചർ കിട്ടി, ഇനി അതിന്റെ മേലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അയാൾ അവിടെ നിൽക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത മാസത്തേക്ക്, കാരണം അടുത്ത മാസം ടാർഗറ്റ് ഉണ്ടാവും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിലവിൽ ആ മാസത്തിൽ വരേണ്ടതായിട്ടുള്ള ഇൻസെന്റീവ് അല്ലെങ്കിൽ റവന്യൂ, നിങ്ങളുടെ കമ്പനിയുടെ ഇങ്ങനെ 10 എംപ്ലോയി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ 1 ലക്ഷം രൂപ വെച്ചിട്ട് വരാനുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കുറവായിട്ട് വരുന്നത്. സോ ഇവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ ആകെയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സ്ലാബ് സിസ്റ്റം എന്ന് പറയും. ഉദാഹരണത്തിന് ഈ 10 ലാഖിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാണ്, ഒരു അടുത്തൊരു സ്ലാബ്, ചിലപ്പോൾ അയാൾക്ക് എല്ലാവർക്കും ഇത് പറ്റിക്കോളുന്നില്ല, പക്ഷെ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള സെയിൽസ് ടീമിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു ടീമിൽ 10 ആളിൽ 3 ആളോ 4 ആൾക്കോ പറ്റുമായിരിക്കും, പക്ഷെ 4 ആൾക്ക് ചിലപ്പോൾ 15 ലക്ഷം എത്തിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇവിടെ 15 ലാക്സ് അച്ചീവ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിനെ ബേസ് ചെയ്തിട്ടോ പല രീതിയിലേക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 to 6% വരെ കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് 3% ആണ് നിങ്ങൾ അവർക്ക് ഇൻസെന്റീവ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3.5% കൊടുക്കാം, 4% കൊടുക്കാം, അല്ലെങ്കിൽ 5% വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് 15 ലാക്സിനും 20 ലാക്സിനും 25 ലാക്സിനും വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ലാബ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്കിൽ ഈ കാൻഡിഡേറ്റിനെ തന്നെ നമുക്ക് പുഷ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അവർ തന്നെ, കാരണം അവരെന്തിനാണ് വന്നിരിക്കുന്നത്, അവരുടെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഇൻസെന്റീവ് വേണം അല്ലെങ്കിൽ കൂടുതൽ റവന്യൂ ഉണ്ടാക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ അവസരം കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സ്ലാബ് അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ മിസ്സായത്. സോ അവിടെ ഈ ഒരു സ്ലാബ് സിസ്റ്റം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ ബാക്കി 9ഓളം വരുന്ന സ്ലാബ് മീൻസ് ഇൻസെന്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ DM ചെയ്യുക. അതും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റിൽ ഏതാണോ സ്ലാബ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ഇൻസെന്റീവ് സ്ട്രക്ചർ അറിയേണ്ടത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. താങ്ക് യു.